ഗൈസ് നമുക്ക് ഇന്ന് ആക്ച്വലി ഒരു ടീം ഡിന്നറാണ് കമ്പനിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഓബൈ താമര എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മളുടെ ഡിന്നറാണ്, ടീം ഡിന്നറാണ്. അപ്പോൾ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. ഞാൻ നല്ല രീതിക്ക് ഒരു വ്ളോഗ് വരുന്നതും എല്ലാം പ്ലാൻ ചെയ്തതാണ്, പക്ഷെ നല്ല പെരുമഴയായ കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കാണിക്കാം. ഗൈസ് ആക്ച്വലി ഇവിടെ നല്ല ആംബിയൻസ് ആണ്. കുറേ വാട്ടർ ഫൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല കിച്ചിലൻ സ്പ്രെഡാണ് ഫുഡ്. ഞാൻ എല്ലാം നിങ്ങളെ കുറേശ്ശെ ആയിട്ടൊക്കെ അങ്ങനെ കാണിക്കാം. ചുറ്റിനും ഞാൻ കാണിക്കാം. നല്ല പൂളൊക്കെ ഉണ്ട്. പൂൾ സൈഡിലാണ് ഒരു ഡിന്നർ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഗൈസ് റൈസ് ഉണ്ട്, ദെൻ റൈത്ത വരുന്നുണ്ട്, ഫ്രൈഡ് റൈസ്, ഐ തിങ്ക് ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തോ കറിയൊന്നും എഴുതി വെച്ചിട്ടില്ല. പനീർ അത് ദാൽ മഖാനി, അത് പനീർ റവ മസാല, ദെൻ ലസൂനി പാൽ. ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണം. സോയാ ചങ്ക്സ് ഷാങ്ഹായ് വെജിറ്റബിൾ നൂഡിൽസ്. Next comes with some peri dusted crumb fried chicken, bonamuk chicken, then mutton mappas വരുന്നുണ്ട്, fried tenderloin പിന്നെ ഇവിടെ ഷെസ്വാൻ മഷ്റൂം ആൻഡ് ബേബി കോൺസ് വരുന്നുണ്ട്, ദെൻ ക്യാമ്പ് ഫയർ പൊട്ടറ്റോസ്, ദെൻ ഗാർലിക് ബ്രെഡ് വരുന്നുണ്ട്, ടാക്കോ സ്പൈസ്ഡ് മാക് ആൻഡ് ചീസ്, ദെൻ ചീസ് ക്രസ്റ്റഡ് ഫിഷ്. ഇതെല്ലാം സ്വീറ്റ്സിൻ്റെ ഐറ്റംസ് ആണ്. ഇത് ഡേറ്റ്സ് പുഡിംഗ് ആണ്, ദെൻ മൂങ് ദാൽ ഹൽവ. ഇതെല്ലാം ഡെസേർട്ട് സെക്ഷൻസ് ആണ്. കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്, റസ്മലായി വരുന്നുണ്ട്. സ്വീറ്റ്സ് ഐറ്റംസ് ആക്ച്വലി ഒരുപാട് വരുന്നുണ്ട്. സ്ട്രോബെറി ചീസ് കേക്ക്. അപ്പോൾ ഈ സ്വീറ്റ്സിൻ്റെ ഐറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ലൈവ് കൗണ്ടർ ഉണ്ട്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചാട്ട് ഐറ്റംസ് ഉണ്ട്, ദെൻ അപ്പം, പുട്ട്, കപ്പ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം അത് കണ്ട് പിന്നെ ലൈവ് സ്വീറ്റ്സിൻ്റെ കൗണ്ടർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ട് നടന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നോക്കുമ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും പോയി ഒരു സ്ഥലത്ത് ഒരു സൂപ്പ് കൊടുത്ത് അവിടെ നിന്ന് ഞാനും കഴിപ്പ് തുടങ്ങി. അങ്ങോട്ട് കണ്ടു ചിക്കൻ്റെ ഒരു സൂപ്പാണ്. അത് പേരുണ്ട്, ഞാൻ നോക്കിയിട്ട് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടത് നിങ്ങൾ ആദ്യത്തെ അധ്യായം. ഇനിയാണ് കഥയുടെ 2ാം അധ്യായം, അഥവാ യുദ്ധം ആരംഭിക്കുന്നത്. ഗൈസ്, യുദ്ധം ആരംഭിക്കുന്നത്. ഞങ്ങളൊരു 1800 രൂപയാണ് ഈ ബഫയ്ക്ക് ഞങ്ങൾ പേ ചെയ്തത്. ഞാനൊക്കെ മിനിമം ഒരു 5000 റുപ്പീസ് എങ്കിലും അവിടെ നിന്ന് കഴിച്ചാണ്. സ്റ്റാർട്ടേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് കഴിച്ച് പിന്നെ ഒരു മട്ടണിലേക്ക് പോയി, ചിക്കൻ ഐറ്റംസിലേക്ക് പോയി. അങ്ങനെ അതായത് അവർ വിചാരിച്ച് കാണും ഇവന്മാരൊക്കെ എന്താണ് ഫുഡ് കാണാത്ത രീതിക്കാണ് വന്നേക്കണേന്ന്. ഏകദേശം ആ ഒരു ലെവലിലായിരുന്നു ഞാനും നമ്മുടെ പിള്ളേരൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇത് 7:30 എത്തിയ ഞങ്ങൾ 10:30 ആയപ്പോഴത്തേക്കിനും അവർ ബൊഫേ കഴിയുന്ന ടൈം വരെ അവിടെ ഉണ്ടായി. ആദ്യം ഒരു റൗണ്ട് പോയി, പിന്നൊരു റൗണ്ട് പോയി, അങ്ങനെ റൗണ്ടോട് റൗണ്ട് ഒരു 6-7 റൗണ്ട് മിനിമം ഞങ്ങൾ പോയി കാണും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ വന്ന് നേരെ തൊട്ടപ്പുറം ലുലുമോളാണ്. ലുലുമോളിൻ്റെ വ്യൂ എല്ലാം കണ്ട് നമ്മൾ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്ന് എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ആക്ച്വലി പോകുന്നത്. പിന്നെ നമ്മൾ ആക്ച്വലി ഇറങ്ങി. ഇപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങി ലിഫ്റ്റിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട്
നേരെ എൻ്റെ റൂമിലേക്ക്. അപ്പോൾ അത്രയും തന്നെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ. ബൈ.